സംസാരിക്കാൻ മടി കാണും. വേണ്ട, സംസാരിച്ച് ചിലപ്പോൾ ഞാനും പതറിപ്പോവും. എല്ലാം തുറന്നു പറയാനാവാതെ പാതി വഴിയിൽ സംസാരം നിർത്തേണ്ടി വരും. അതിലും നല്ലത് പറയാനുള്ളത് ഒരു വോയിസ് മെസ്സേജ് ആയിട്ടിടാം. അനു അത് എപ്പോഴാന്ന് വെച്ചാൽ കേൾക്കട്ടെ. അനു, ഞാനീ പറയുന്നത് മുഴുവനായിട്ട് നീ കേൾക്കണം. അതിനുശേഷം മാത്രമേ കുറച്ചു ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നീ എന്നെ വിലയിരുത്താവൂ. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നീ അറിയാതെ നിന്റെ വീട്ടില് ഒരു കള്ളനെ പോലെ ഞാൻ ഒളിച്ചിരുന്നതിനെ കുറിച്ചാണ്. അന്ന് അനുവിനെ അപമാനിക്കാൻ അമ്മ പ്ലാനിട്ടിട്ടുണ്ടെന്ന് വൈകിയ നിമിഷത്തിലാണ് പ്രതിഭ അറിയിക്കുന്നത്. ഞാൻ അവിടെ ഓടിയെത്തുമ്പോഴേക്കും നേരെ ഇരുട്ടിയിരുന്നു. വീട്ടിൽ കയറുമെന്ന് നിന്നോടെല്ലാം പറഞ്ഞ ശേഷം നമുക്കൊരുമിച്ച് അവരുടെ നീക്കത്തെ പ്രതിരോധിക്കാമെന്ന് തന്നെയായിരുന്നു എൻ്റെ തീരുമാനം. പക്ഷേ ഞാൻ എത്തുന്നതിനേക്കാൾ മുമ്പ് ആ വഴിയിൽ അവർ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവന്മാർ പദ്ധതി ഉപേക്ഷിച്ച് പോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ നീ പോലും അറിയാതെ ഒരു കള്ളനെ പോലെ ഞാൻ അകത്ത് കയറി ഒളിച്ചത്. പിന്നീടുണ്ടായ കാര്യങ്ങളെല്ലാം നിനക്കറിയാലോ. അമ്മയെ വീട്ടിൽ കൊണ്ടുവിട്ട ഉടനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി. ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു. സുകുമാരിയിലൂടെ ആ വിവരം അറിഞ്ഞ എൻ്റെ അമ്മ എന്നെ തിരിച്ചു കൊണ്ടുവരാനായി ആ സ്ത്രീയെ തന്നെ ലോഡ്ജിലേക്ക് അയക്കുകയായിരുന്നു. അപ്പോഴും എൻ്റെ തിരിച്ചുവരവായിരുന്നില്ല അമ്മയുടെ ലക്ഷ്യം. അനുപമയുടെയും അച്ഛൻ്റെയും ഒക്കെ മനസ്സിൽ എനിക്കെതിരെ അറപ്പും വെറുപ്പും ഉണ്ടാക്കുകയായിരുന്നു. അതിനുവേണ്ടി എൻ്റെ അമ്മ ചെയ്തത് എന്താണെന്നറിയോ? ലോഡ്ജ് മുറിയിൽ അനാശാസ്യം നടത്തിയതിന് എന്നെയും സുകുമാരിയും പോലീസിനെ കൊണ്ട് റെയ്ഡ് ചെയ്ത് പിടിപ്പിച്ചു. അങ്ങനെ ഒരു ബാഡ് മാർക്ക് കൂടി ഇപ്പൊ എനിക്കുണ്ട്. മതി മതി മോളെ, ഇതിൽ കൂടുതലൊന്നും എനിക്ക് കേൾക്കണ്ട. എന്തൊരു ദുഷിച്ച സ്ത്രീ അവര്. സ്വന്തം മകനെതിരെ ഏതെങ്കിലും ഒരു അമ്മ ഇങ്ങനെ ചെയ്യോ? അവരിതും ഇതിനപ്പുറം ചെയ്യും ചേരും. എന്നെ ഇന്ദ്രേട്ടനെ എന്നേക്കുമായി അകറ്റാൻ വേണ്ടി സ്വന്തം മകനെ കൊല്ലാനും ആ സ്ത്രീ മടിക്കില്ല. അതെ, അമ്മയുടെ മുന്നിൽ തോറ്റു കൊടുക്കാനല്ലാതെ ചെറുത്ത് തോൽപ്പിക്കാൻ ഇന്ദ്രന് കഴിയുകയുമില്ല. അതുകൊണ്ട് ഇനി വേറൊന്നും ചിന്തിക്കണ്ടാനു. കോടതിയിൽ ഒരു തീരുമാനം ഉണ്ടാക്കി നമുക്കിവിടുന്ന് മാറിപ്പോവാം. ഇന്ദ്രനെങ്കിലും സമാധാനമായിട്ട് ജീവിക്കട്ടെ. അച്ഛൻ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. എനിക്കിനിയും ഒരു മത്സരത്തിനൊന്നും വയ്യ. ഇന്ദ്രേട്ടനെ കൂടെ നിർത്തി ആ സ്ത്രീയെ ഒരു പാഠം പഠിപ്പിക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചതായിരുന്നു. വേണ്ട, അച്ഛൻ പറഞ്ഞതുപോലെ അത് ചിലപ്പോ ഇന്ദ്രേട്ടനെ കുരുതി കൊടുക്കലായി പോവും. ആ സ്ത്രീക്കുള്ള ശിക്ഷ ഇനി ദൈവം കൊടുക്കട്ടെ. അതിലൊരു സംശയം വേണ്ടനു. അവസാന കാലത്തേക്കുള്ളത് അവള് കൂട്ടിക്കൂട്ടി വെക്കുക. ഈ ഭൂമിയിൽ കിടന്ന് തന്നെ നരകം എന്താണെന്ന് സുശീല അറിയും. ശാപമൊന്നുമല്ല, ഉള്ളിലെ ഒരുതരം വേദനയിൽ നിന്നും തോന്നുന്നതാ. ഇതുപോലെ ഒരുപാട് പേരുടെ വേദനയ്ക്ക് അവൾ അനുഭവിക്കാതെ ഇവിടുന്ന് പോവില്ല.